ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കിഡ്സിൻ്റെ കോഡ് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോൾഡർ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് നമുക്ക് 8.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്. 18 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നെക്ക് വിഡ്ത്തായിട്ട് 2 ഇഞ്ചസും ബാക്ക് നെക്ക് ലെങ്ത്തായിട്ട് 2 ഇഞ്ചസും ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് അവസാനിച്ചു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോള് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ടായിട്ട് 8.5 ഇഞ്ചസും കൂടി മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസും ഫ്രണ്ട് നെക്ക് ലെങ്ത്തായിട്ട് 4 ഇഞ്ചസാണ് എടുക്കുന്നത്. അത് നമുക്കൊരു വി ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി ഒരു സൈഡ് മാത്രം നമുക്ക് ആം ഹോളും ഷേപ്പും എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ആം ഹോളൊക്കെ ഷേപ്പൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മറ്റേ സൈഡിൽ എക്സ്ട്രാ 2 ഇഞ്ചസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5.5 ഇഞ്ചസ് ആയിരിക്കും ആ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ആം ഹോള് ആ 5.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാ ഷോൾഡർ എടുത്തിട്ടുള്ള ആ സൈഡിൽ നെക്ക് ലൈനിലൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മെറ്റീരിയൽ സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചസ് എടുത്തതിന് നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഷോൾഡർ ഭാഗം മാത്രം നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത പോയിൻ്റ് കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ശേഷം നെക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ മിസ്സായിട്ടുണ്ട്. നോർമൽ പഫ് സ്ലീവ് ചെയ്യുന്ന പോലെ 2-3 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലും അടിഭാഗത്തുമായിട്ട് കുറച്ച് പ്ലീറ്റ് കൊടുത്തിട്ട് ഒരു ബാൻഡ് വെച്ച് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ലീവ് നമുക്ക് ടോപ്പിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ശേഷം അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് നമ്മൾ അടിഭാഗത്തായിട്ട് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോപ്പിൻ്റെ അടിഭാഗം ഒരു പഫ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. ടോപ്പ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി ബോട്ടം കട്ട് ചെയ്യാനായിട്ട് ഫാബ്രിക് 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. നമുക്ക് ബോട്ടം റൗണ്ടായിട്ട് 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴോട്ടേക്ക് 9 ഇഞ്ചസിൽ ഒരു ലൈൻ വരയ്ക്കാം. നമുക്ക് ക്രോച്ചേരിയാണ് അത്. ക്രോച്ചേരിയായിട്ട് നമുക്ക് അവിടെ ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ബോട്ടം ലെങ്ത് ആയിട്ട് നമുക്ക് 26 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ബോട്ടത്തിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കുക. സാധാരണ നോർമൽ ലെൻസൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് 2 സൈഡും ജോയിൻ ചെയ്ത് ശേഷം പിന്നെ എലാസ്റ്റിക് ഇട്ടിട്ട് പാൻറ് ഫിനിഷ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.